പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരന്റെ പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും അവിടുന്ന് ചിന്തിയ പരിശുദ്ധ രക്തത്തിന്റെ അനന്തയോഗ്യതയാലും ലോകം മുഴുവനെയും വീണ്ടെടുത്ത് രക്ഷിച്ച അവിടുത്തെ വലിയ കരുണയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ രക്ഷപ്പെടാനും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടത് അങ്ങയുടെ ഈ വലിയ കരുണയാണ്. തിരുക്കുമാരനിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ പരിശുദ്ധ രക്തത്തിന്റെ അനന്തയോഗ്യത അവകാശപ്പെട്ടുകൊണ്ട് ലോകം മുഴുവനെയും എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുരക്തത്തിന്റെ അനന്ത ശക്തി സ്വന്തമാക്കിയെടുത്തുകൊണ്ട് ഞങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി ഈശോ ചിന്തിയ പരിശുദ്ധ രക്തത്തെ ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന യുദ്ധത്തിന്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം കർത്താവേ, രോഗികളായ മക്കള്, ആശുപത്രി കഴിയുന്ന മക്കള്, ഒത്തിരിയേറെ മാനസികമായിട്ട് പേടിച്ചിരിക്കുന്ന മക്കള്, ഡിപ്രഷനിൽ പെട്ടുപോയ മക്കള്, മരുന്ന് കഴിക്കുന്ന മക്കള്, കർത്താവേ, ആത്മീയവും ശാരീരികവും മാനസികവുമായ എല്ലാ രോഗാവസ്ഥയിലും വേദനയിലും കഴിയുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന് അപരിമേയമായ ശക്തി നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് കർത്താവിന്റെ പരിശുദ്ധ രക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ വലിയ ശക്തി, രക്ഷാകര ശക്തി നമ്മിലും ലോകം മുഴുവനിലും, പ്രത്യേകിച്ച് യുദ്ധസഹജമായ, പ്രത്യേകിച്ചും യുദ്ധത്തിന്റെ അവസ്ഥയിലായിരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും എല്ലാ മക്കളെയും ആ ദേശത്തെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഈശോയുടെ പരിശുദ്ധ രക്തമാണ് പാപത്തിന്റെ, ശാപത്തിന്റെ, പിശാചിന്റെ പിടിയിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചത്. കാരണം പാപത്തിന്റെ പരിഹാരം ഈശോയുടെ രക്തത്തിലൂടെയാണ്. നമുക്കറിയാം, പഴയ നിയമത്തില് കാളകളുടെ, ആടുകളുടെ ഒക്കെ രക്തം ചിന്തിക്കൊണ്ടുള്ള ബലിയർപ്പണങ്ങള് പാപപരിഹാരത്തിനു വേണ്ടി അർപ്പിക്കപ്പെടുന്നത് നമ്മൾ കാണുമ്പോ ആ ബലിയുടെ പൂർണ്ണതയായ കർത്താവിന്റെ പരിശുദ്ധ രക്തം കുരിശിൽ നിന്ന് നമുക്ക് വേണ്ടി തളിച്ചുകൊണ്ട്, ഒഴുക്കിക്കൊണ്ട്, ചിന്തിക്കൊണ്ട് ഈശോ യഥാർത്ഥമായ ബലിയർപ്പിച്ചു. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നിയമത്തിന് വിധേയനായിക്കൊണ്ട് നിയമപ്രകാരം, ഹെബ്രായർ 9:22 പറയുന്നുണ്ടല്ലോ, നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ലെന്ന് നിയമത്തിന് അധീനനായിട്ട് ഈശോ തന്റെ പരിശുദ്ധ രക്തം ചിന്തി. ആ രക്തം ചിന്താൻ വേണ്ടി ഈശോ ഏറ്റ മുറിവുകള്, ഈശോ ഏറ്റ ചമ്മട്ടി അടികള്, ഈശോ തറയ്ക്കപ്പെട്ട മുൾമുടി, ഈശോയെ ഒത്തിരിയേറെ മുറിവേൽപ്പിച്ച് അവസാനം ചങ്ക് കുത്തി തുറന്ന് ഒരു തുള്ളി രക്തം പോലും, ജലം പോലും ശരീരത്തില് ബാക്കി വയ്ക്കാത്ത വിധത്തില് കർത്താവിന്റെ പരിശുദ്ധ രക്തം അവസാനത്തുള്ളി വരെ ചിന്തിക്കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ യഥാർത്ഥമായ രക്ഷ ഈശോ ലോകത്തിന്, മനുഷ്യ മക്കൾക്ക് നൽകിയത്. ഈ രക്തത്തെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. ഇത് പറയുമ്പോ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരിക, ഉൽപ്പത്തി 3:17 ഞാൻ വായിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് ആദത്തോട് പറയാം, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ പാപം മൂലം മണ്ണ് ശപിക്കപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ പരിശുദ്ധ രക്തം ഈ ഭൂമിയിലേക്ക് ഒഴുക്കിക്കൊണ്ട് ഈശോ ഇതാ ശപിക്കപ്പെട്ട മണ്ണിനെ തന്റെ രക്തത്താൽ വിശുദ്ധീകരിച്ച് വീണ്ടെടുത്ത് പാപത്തിന്റെ, ശാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പിശാചിന് അതിലൂടെ ലഭിച്ച ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈശോ തന്റെ രക്തത്തിലൂടെ ഈ ഭൂമിയെ വിശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ഭൂമി നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ രക്തം വീണ ഭൂമിയാണ്. എന്തുമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവം തന്നെയായ ഈശോ നമുക്ക് വേണ്ടി
നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി, ഭൂമിയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി, പാപത്തെ നീക്കി എല്ലാ അനന്തര ഫലങ്ങളും നീക്കി പിശാചിന്റെ ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് തന്റെ രക്തം വില നൽകിക്കൊണ്ട് നമ്മെ വീണ്ടെടുക്കുന്ന എന്തുമാത്രം സ്നേഹമാണ് മക്കളെ. അതുകൊണ്ട് തന്നെ ഈ കർത്താവിന്റെ തിരുരക്തത്തെ നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. ഞാൻ പറയും, ഈ ദിവസങ്ങളിലൊക്കെ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ തിരുരക്തത്തിന്റെ ജപമാല അതിശക്തമായിട്ട് അർത്ഥം മനസ്സിലാക്കി ഈ തിരുരക്തത്തെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. വീണ്ടെടുക്കപ്പെടുന്ന വീണ്ടെടുപ്പിന്റെ വിലയായ പരിശുദ്ധ രക്തം 1 പത്രോസ് 1:18 പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, പിന്നെയോ കളങ്കമോ കറയോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതു പോലെയുള്ള യേശുക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ. രക്തം കൊണ്ട് പാപത്തിന് പരിഹാരം ചെയ്യുന്നു, രക്തം കൊണ്ട് ശാപത്ത് നീക്കുന്നു, രക്തം കൊണ്ട് വിശുദ്ധീകരിക്കുന്നു, രക്തം കൊണ്ട് വീണ്ടെടുക്കുന്നു. തന്റെ രക്തത്താൽ നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന കർത്താവിന്റെ പരമകാരുണ്യത്തെ അവകാശപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തിരുരക്തത്തിന്റെ ജപമാല സാധിക്കുന്ന മക്കളൊക്കെ നിങ്ങളുടെ വീടുകളിലും അല്ലെങ്കിൽ വാഹനങ്ങളിലും ജോലി സ്ഥലങ്ങളിലൊക്കെ അതിശക്തമായിട്ട് ഇട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ആ ഒരു ജപമാലയുടെ ഈരടികള് ഈശോയുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തിന്റെ മുഴുവനും രക്ഷയ്ക്കായിട്ട് ഈശോ ചിന്തിയ പരിശുദ്ധ രക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവജ്ഞാനത്തിന്റെ സിംഹാസനവും സ്വർഗീയ അറിവിന്റെ സക്രാരിയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൂര്യ തേജസ്സുമായ ഈശോയുടെ തിരുശിരസിൽ നൊഴുകുന്ന വിലയേറിയ തിരുരക്തം ഞങ്ങളെയും ലോകം മുഴുവനെയും പൊതിയട്ടെ എന്ന് പറഞ്ഞ് കർത്താവിന്റെ തിരുശിരസിൽ നൊഴുകുന്ന പരിശുദ്ധ രക്തം, 5 തിരുമുറിവുകൾ ഒഴുകുന്ന പരിശുദ്ധ രക്തം, ചമ്മട്ടി അടിയേറ്റ് കീറി മുറിക്കപ്പെട്ട തിരു ശരീരത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തം, ചങ്കുകുത്തി തുറന്ന് തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന പരിശുദ്ധ രക്തം അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിന്റെ തിരുരക്തത്തിന്റെ ജപമാല ചൊല്ലി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കും മക്കളെ. ഇന്ന് തിരുരക്തത്തിന്റെ ജപമാലയ്ക്ക് നമ്മയും ലോകം മുഴുവനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുരക്തത്തെ അവകാശപ്പെട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ ഔസേപ്പ് പിതാവിനോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന്, പ്രത്യേകിച്ചും ഈ ലോകത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഈശോ ചിന്തിയ രക്തത്തോട് ചേർത്ത്, പീഡാസഹനത്തോട് ചേർത്ത്, തങ്ങളുടെ വേദനകളും സഹനങ്ങളും മുറിവുകളും തങ്ങളുടെ രക്തവും സമർപ്പിച്ച രക്തസാക്ഷികളുടെ ചുടുനിണത്തെ കൂടി അവകാശപ്പെട്ടുകൊണ്ടും നമ്മുടെ വേദനകള്, നമ്മുടെ ദുഃഖഭാരങ്ങള്, നമ്മുടെ സഹനങ്ങള്, നമ്മുടെ കുരിശിന്റെ അവസ്ഥകള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ രക്ഷാകരമായ കർത്താവിന്റെ പീഡാസഹനത്തെയും തിരുരക്തത്തെയും അവകാശപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ നോമ്പിന്റെ ചൈതന്യത്തില്, ഈ ഉപവാസത്തിന്റെ ചൈതന്യത്തില്, ഈ ത്യാഗത്തിന്റെ കാലഘട്ടത്തില് കർത്താവിന് തിരുരക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് ലോകസമാധാനത്തിനു വേണ്ടി, യുദ്ധത്തിന്റെ മേഖലകൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, ശമിക്കപ്പെട്ട മണ്ണിനു വേണ്ടി, സാത്താന്റെ പിടിയിൽ അമർന്നു പോയ, സാത്താൻ പിടി മുറുക്കിയ എല്ലാ മക്കളെയും, എല്ലാ മേഖലകളെയും, എല്ലാ രാജ്യങ്ങളെയും, എല്ലാ ദേശങ്ങളെയും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ, ഞങ്ങളെ ഈ ലോകം മുഴുവനെയും രക്ഷിക്കണമേ എന്ന് ഈശോയുടെ മൂല്യ രക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും ഈ മണ്ണിനെയും ഭൂമി മുഴുവനെയും അനുഗ്രഹിക്കട്ടെ, രക്ഷിക്കട്ടെ, വീണ്ടെടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. ഈശോ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, ഇന്ന് സാധിക്കുന്ന മക്കളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തിരുരക്തത്തിന്റെ ജപമാല കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും ആയിരക്കണക്കിന് മക്കളാണ് ഈ തിരുരക്തത്തിന്റെ ജപമാലയൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഈ ദിവസങ്ങൾ, ഈ നോമ്പ് കാലത്തിലും, പ്രത്യേകിച്ച് ഈ യുദ്ധത്തിന്റെ സമയത്തൊക്കെ ഈ ഭൂമിയുടെ മേൽ കർത്താവിന്റെ പരിശുദ്ധ രക്തം തളിക്കപ്പെടാൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. സാത്താന് ഏറ്റവും ഭയമുള്ള ആയുധമാണ് ഈശോയുടെ തിരുരക്തം. ആ തിരുരക്തത്തിന് മുമ്പില് പിശാചിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത്രമാത്രം ശക്തമായ ആയുധമാണ് കർത്താവിന്റെ തിരുരക്തം. ആ തിരുരക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. സാത്താൻ പരാജയപ്പെടും, അവന്റെ ആധിപത്യങ്ങൾ തകരും, അവന്റെ ഗൂഢാലോചനകൾ തകർക്കപ്പെടും, അവന്റെ ശക്തി ഇല്ലാണ്ടാകും.
അവനുമായിട്ട് ബന്ധപ്പെട്ട വർഗങ്ങളും നേതാക്കന്മാരും ഭരണകർത്താക്കന്മാരും അതിനാൽ തന്നെ തകർക്കപ്പെടും, വീണ്ടെടുക്കപ്പെടും, രക്ഷിക്കപ്പെടും. അതിലൂടെ ലോകം മുഴുവനും രക്ഷിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ ഈ പ്രിയപ്പെട്ട മക്കളെ ഇന്നേ ദിനം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളുടെ മേലും എല്ലാ നിയോഗങ്ങളുടെ മേലും അങ്ങയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട മക്കളെ, കർത്താവെ, പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഒത്തിരിയേറെ പരീക്ഷാ ഭയത്തിലിരിക്കുന്ന മക്കള്, പഠിച്ച് പൂർത്തിയാക്കാൻ പറ്റാത്ത വിധത്തില് ഒത്തിരിയേറെ പഠിക്കാനുള്ള മക്കള്, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്ന മക്കള്, കർത്താവെ, പഠിക്കാൻ പറ്റാത്ത വിധത്തില് ചില അടിമത്തങ്ങളിൽ കുടുങ്ങിപ്പോയ മക്കള്, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവെ, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം നൽകി, ബുദ്ധിയും അറിവും നൽകി, ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ നന്നായിട്ട് പരീക്ഷ എഴുതി ജയിക്കട്ടെ എന്ന് അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏറ്റവും പ്രത്യേകമായ വിധത്തില് അങ്ങയുടെ തിരുരക്തത്തെ ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങ് ചിന്തിയത് അങ്ങയുടെ പരിശുദ്ധ രക്തമാണ്. നിയമത്തിന് അധീനനായിക്കൊണ്ട് രക്തം ചിന്താതെ പാപമോചനമില്ലെന്ന് നിയമത്തിന് അധീനനായിട്ട് അങ്ങയുടെ പരിശുദ്ധ രക്തം ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയല്ലോ. ആ പരിശുദ്ധ രക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ എന്ന് ഞങ്ങളിത് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോ, കർത്താവേ, അങ്ങയുടെ രക്ഷാകരമായ ശക്തി, തിരുരക്തത്തിന്റെ ശക്തി, പാപത്തെ നീക്കിയ ശക്തി, ശാപത്തെ പരാജയപ്പെടുത്തിയ ശക്തി, സാത്താന്റെ തല തകർത്ത, സാത്താന് ഏറ്റവും ഭയമുള്ള ആയുധമായ അങ്ങേ രക്തത്തിന്റെ ശക്തി, കർത്താവേ, ഇപ്പൊ ലോകം മുഴുവനിലും നിറയട്ടെ. എല്ലാ മക്കളും നിറയട്ടെ. എല്ലാ മക്കളിലും കർത്താവേ, നാനാജാതി മതസ്ഥരായ മക്കളിലും നിറയട്ടെ. ഒത്തിരിയേറെ ഭീകര പ്രവർത്തനങ്ങള്, ഒത്തിരിയേറെ പ്രതിഷേധങ്ങള്, അതിന്റെ പേരില് നശിപ്പിക്കുന്ന പ്രവൃത്തികള് ലോകമെമ്പാടും അരങ്ങേറുന്ന സമയം, ഭാരതത്തില് പല സ്ഥലങ്ങളിലും കർത്താവേ, യുദ്ധത്തിന്റെ പേരില് ഒത്തിരിയേറെ പ്രതിഷേധങ്ങളും അതിന്റെ പേരില് ആക്രമണങ്ങൾ നടത്തുന്ന മക്കള്, തീവ്രവാദ സംഘടനകള്, അവിടെ എല്ലാ മേൽ കർത്താവേ അങ്ങയുടെ പരിശുദ്ധ രക്തം തളിക്കണമേ. അങ്ങയുടെ ഏറ്റവും വിലയേറിയ തിരുരക്തത്താല്, തിരുരക്തന്റെ യോഗ്യതയാല് കർത്താവേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ആരും നശിച്ചു പോകാതെ രക്ഷപ്രാപിക്കാൻ വേണ്ടിയാണല്ലോ അങ്ങ് രക്തം ചിന്ത ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഞങ്ങൾ വീണ്ടെടുത്തത്. കർത്താവേ, അങ്ങയുടെ രക്തത്തെ ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി, നാനാജാതി മതസ്ഥർക്ക് വേണ്ടി, കർത്താവേ, പ്രത്യേക യുദ്ധത്തിന്റെ ഭീതി കഴിയുന്ന മക്കൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, ഈ ഭൂമിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. കർത്താവിന്റെ പരിശുദ്ധ രക്തം ഞങ്ങളെ വീണ്ടെടുക്കട്ടെ, ലോകത്തെ വീണ്ടെടുക്കട്ടെ, ഈ ഭൂമിയിൽ തളിക്കപ്പെടട്ടെ. ആ രക്തത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങളും ലോകം മുഴുവനും, ഈ ഭൂമി മുഴുവനും വീണ്ടെടുക്കപ്പെടട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവിന്റെ രക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, തിരുരക്തത്താലും തിരുജലത്താലും കഴുകി വിശുദ്ധീകരിച്ച് കോട്ട കെട്ടി സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിക്കുന്ന കർത്താവിന്റെ രക്ഷാകരമായ ശക്തി നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും, ഈ ആശീർവാദത്തിലൂടെ ആ തിരുരക്തശക്തി ലോകം മുഴുവനും വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചും, ഭൂമിയുടെ മേൽ തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും, അത് കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശാ ദിവ്യ കടാക്ഷം
തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ. ചിന്തണമേ ദിവ്യവരങ്ങൾ. അങ്ങയുടെ വരങ്ങൾ ചിന്തി തിരുരക്തത്തിന്റെ ശക്തി പ്രകടമാക്കി തിരുരക്തം തളിച്ച് ലോകം മുഴുവനെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ തിരുജലം കൊണ്ട് പവിത്രീകരിച്ച് അങ്ങയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ച് തിരുരക്ത കോട്ടയ്ക്കുള്ളിൽ അങ്ങയുടെ മക്കളെ ലോകം മുഴുവനെയും പൊതിഞ്ഞു പിടിക്കണമേ. പൈശാചിക ശക്തികൾ കടന്നു വരാനോ നശിപ്പിക്കാനോ പറ്റാത്ത വിധത്തിൽ അങ്ങയുടെ രക്തത്തിന്റെ മറവിലും തണലിലും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ലോകം മുഴുവനെയും എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ.